കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലേനെയോ 2-3 സാധനങ്ങൾ വാങ്ങാൻ മറന്നെന്ന്. ഇത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇപ്പം വന്നത്. ഇത് ജിദ്ദയിലെ ഹദായ സെന്ററിലാണ്. ഇവിടെ ഒരുപാട് പാത്രങ്ങളും സെറാമിക്കിന്റെ ഐറ്റംസും പല പല സാധനങ്ങളുണ്ട്. പക്ഷേ എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. കൂടുതലൊന്നും ഞാൻ നോക്കി നടന്നിട്ടില്ല. പിന്നെ പോണ വൈമന്ന് കുറച്ച് വീഡിയോസ് എടുത്ത് അത്രമാത്രം. ഇവിടെ ഒരുപാട് കണ്ടെയ്നേഴ്സ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ സെറ്റായിട്ട് സ്പൈസസിന്റെ ജാർസ് ഉണ്ട്. ഒരുപാട് ഒരു വീട്ടിലേക്ക് വേണ്ടിയ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. റേറ്റ് പല പല റേറ്റ് ആണ്. ചിലതിന് റേറ്റ് കുറവുണ്ട്, ചിലതിന് കൂടുതലുണ്ട്. അങ്ങനെ പിന്നെ ഈ ടീ കോഫി ഷുഗറിൻ്റെത് പല വെറൈറ്റി മോഡൽസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇന്ത്യയിൽ ഓൾറെഡി ഉണ്ടായതുകൊണ്ട് ഞാനിതൊന്നും എടുത്തിട്ടില്ല. എനിക്ക് വേണ്ടിയത് ഓയിൽ ബോട്ടിലും പിന്നെ സ്പൈസസിന്റെ ജാറൊക്കെ വെക്കണേ ആ വുഡന്റെ റാക്ക് ഉണ്ടല്ലോ, അതും തെരഞ്ഞിട്ടാട്ടോ ഞാൻ വന്നത്. പക്ഷേ ഇത്രയും സാധനങ്ങൾ ഈ ഒരു ഷോപ്പിൽ ഉണ്ടെങ്കിലും ഞാൻ വിചാരിച്ച മാരത്തെ ഓയിൽ ബോട്ടിലും ആ ഒരു റാക്കും ഈ ഒരു ഷോപ്പിൽ ഇല്ല കേട്ടോ. പിന്നെ അവിടെ കുറച്ചു നേരം തിരിഞ്ഞു കളിച്ചു കണ്ട് കുറച്ച് പാത്രങ്ങളൊക്കെ നോക്കി കണ്ട് അവിടുന്ന് പോരാണ് കേട്ടോ ചെയ്തത്. കൂടുതൽ നേരം തിരിഞ്ഞു കളിച്ചാൽ ചിലപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങുമെന്നുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ നേരം ഇവിടെ നിന്നിട്ടില്ല. ഇത് വലിയൊരു ഷോപ്പാണ്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പക്ഷേ അവിടേക്കൊന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ പോണ വൈമെന്ന് കണ്ട പാത്രങ്ങൾ മാത്രം വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ്. എല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിലും നമ്മൾ തെരഞ്ഞു വരുന്ന സാധനം മാത്രം നമുക്ക് എവിടുന്നും കിട്ടൂല. അത് തെരഞ്ഞ് 2-3 ഷോപ്പിലെങ്കിലും കയറി ഇറങ്ങേണ്ടി വരും. അത് എപ്പോഴും എനിക്ക് എപ്പോഴും ഉണ്ടാവുന്ന ഒരു അനുഭവമാട്ടത്. ഞാൻ എന്തെങ്കിലും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ വാങ്ങാൻ വിചാരിച്ച സാധനം മാത്രം കാണൂല. നിങ്ങൾക്കൊക്കെ ഉണ്ടാവലുണ്ടോ അങ്ങനെ? ഇത് ഈ ഷോപ്പിന്റെ മേൽഭാഗമാണ്. ഇവിടെ ഡൈനിങ് ടേബിൾ, ചെയർ, അങ്ങനത്തെ ഫർണിച്ചർ ഐറ്റംസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഞാൻ ഇവിടുന്ന് എന്തെങ്കിലും കിട്ടിയാൽ അതിന് പകരമായിട്ട് ഒപ്പിക്കാന്ന് വിചാരിച്ചുകൊണ്ട് കയറി വെക്കതാട്ടോ. പക്ഷേ ഇവിടുന്ന് ഒന്നും കിട്ടിയിട്ടില്ല. ഇതിപ്പം വേറൊരു ഷോപ്പാണേ. ഈ ഹദായ സെന്ററിന്റെ തൊട്ടടുത്ത് തന്നെ ഇതുപോലത്തെ വേറൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ കയറിയപ്പം ഭാഗ്യത്തിന് ഞാൻ വിചാരിച്ച സെയിം ഓയിൽ ബോട്ടിൽ എനിക്ക് കിട്ടി. ഈ ഒരു ടൈപ്പ് ഓയിൽ ബോട്ടിൽ തിരഞ്ഞിട്ടാട്ടോ ഞാൻ വന്നത്. അപ്പോൾ അതെന്തായാലും ഇവിടുന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു ടൈപ്പ് 2 എണ്ണം ഞാൻ എടുത്തിട്ടോ. ഒന്ന് വെളിച്ചെണ്ണയും ഒന്ന് ഓയിലും ആക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഓയിൽ ബോട്ടിൽ പലതരം ഓയിൽ ബോട്ടിൽസ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പം അതുകൊണ്ട് അതങ്ങനെ ഇവിടുന്ന് കിട്ടി. പിന്നെ ഞാൻ പറഞ്ഞ റാക്ക് അത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പം നേരെ വന്നിട്ടുള്ളത് ഐക്കയിലേക്കാണ്. ഇവിടുന്ന് എന്തായാലും വുഡൻ റാക്ക് കിട്ടിയിട്ടില്ലെങ്കിലും എനിക്ക് സ്പൈസസ് ജാർസ് ഒക്കെ വെക്കാൻ പറ്റിയ ഒരു റാക്ക് എന്തായാലും ഇവിടുന്ന് കിട്ടിട്ടോ. റാക്കല്ല, ഒരു സംഭവം കിട്ടി. അങ്ങനെ വിചാരിച്ച സാധനങ്ങളൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ ഇവിടുന്ന് പിന്നെ നേരെ റൂമിലേക്ക് പോയി. ഇനിയിപ്പോ പിറ്റേന്ന് രാവിലാണ് ഞാൻ രാവിലെ തന്നെ കിച്ചണിലേക്ക് ഇറങ്ങിന്. കിച്ചൺ ഡീപ്പ് ക്ലീൻ ചെയ്യാൻ പോവാണ്. വേറൊരു വീഡിയോയിൽ പറഞ്ഞിനി വീട് മൊത്തം ക്ലീൻ ചെയ്ത് ഇനിയുള്ളത് കിച്ചൺ ആണെന്ന്. അപ്പൊ ആ കിച്ചണ് ഇന്നാണ് ചെയ്യുന്നത്. ഒരു വീട് മൊത്തം ക്ലീൻ ചെയ്യണതിന്റെ ഇരട്ടി പണി ഉണ്ടേനിട്ടോ കിച്ചൺ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്റെ കിച്ചണിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ഫ്രിഡ്ജാണ്. അപ്പം ഞാനിപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്രിഡ്ജിൻ്റെ മേലാണ്. ഉള്ള എല്ലാ സാധനങ്ങളും സ്ഥാനം പിടിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഫ്രിഡ്ജിൻ്റെ മേലെ. പെട്ടെന്ന് കയ്യിലുള്ളൊരു സാധനം വെക്കാൻ പോണ സ്ഥലമാണ് ഫ്രിഡ്ജിൻ്റെ മേലെ. അങ്ങനെ വെച്ച് ഫ്രിഡ്ജിൻ്റെ മേലെ നിറഞ്ഞിന്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ വെക്കരുത് എന്ന് വിചാരിച്ചു കണ്ട് ഫ്രിഡ്ജിൻ്റെ മേലെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് അവിടെ ഫുള്ള് പൊടി പിടിച്ചെടുക്കുകയിനി. ആ പൊടിയും കാര്യങ്ങളും എല്ലാം വൃത്തിയാക്കി ഫ്രിഡ്ജ് കവറിട്ട് ഈ ടിഷ്യൂ പേപ്പറും ഈ ഇഞ്ചി വെളുത്തുള്ളി ചതുക്കണ ആ ഒരു 2 സംഭവങ്ങളും മാത്രമേ ഞാൻ അതിൻ്റെ മേലെ വെക്കുള്ളൂ എന്ന് ഉറപ്പിച്ച് കണ്ട് അവിടുത്തെ പണി അങ്ങനെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ കിച്ചൺ കബോർഡ്സിൻ്റെ ഉള്ളിലുള്ള എല്ലാ പാത്രങ്ങളും സാധനങ്ങളും ഒക്കെ ഇറക്കുകയാണ്. എല്ലാം ഇറക്കി ഞാനിവിടെ വേറെ വെക്കാനൊന്നും സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ റൂമിലാട്ടോ കൊണ്ടുവച്ചത് പാത്രങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ റൂമിൽ കൊണ്ടുപോയി വെച്ച് മൊത്തം കിച്ചൺ കാലിയാക്കിയിട്ട് ആദ്യം കിച്ചൺ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിൻ്റെ ശേഷം അതൊക്കെ കഴുകി റിട്ടേൺ ഇതിലേക്ക് കയറ്റണം. ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ എന്ത് രസമാണ് കാണാൻ. പെട്ടെന്ന് ഇറക്കി കഴിയണ്, പെട്ടെന്ന് തുടച്ച് കഴിയണ്, ക്ലീൻ ചെയ്ത് കഴിയണ്. പക്ഷേ ശരിക്കും ഈ ഒരു കിച്ചൻ്റെ ക്ലീനിങ് ഞാൻ രാവിലെ തുടങ്ങിയിട്ട് എപ്പോഴാണ് അറിയോ കഴിഞ്ഞത്? രാത്രി 9 മണിക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ ഈ കിച്ചൺ ക്ലീൻ ചെയ്ത് കഴിയണം എന്നുള്ളത് എൻ്റെ ഒരു വാശി നല്ല കേട്ടോ, എൻ്റെ ഒരു സ്വഭാവമാണത്. ഞാൻ എന്തിലേക്കെങ്കിലും ഒരു പണിയിലേക്ക് ഇറങ്ങിയാൽ അത് കംപ്ലീറ്റ് ചെയ്യാതെ എനിക്കത് നിർത്തി വെച്ച് പോരാൻ എനിക്ക് കഴിയൂല. അപ്പം അത് തുടങ്ങിയാൽ അത് കംപ്ലീറ്റ് ആവണ വരെ എത്ര നേരം വൈകിയാലും ഇനി ചിലപ്പോൾ എനിക്ക് ഊരവേദന ആയാലും ഞാൻ അത് തുടർന്നുകൊണ്ടേയിരിക്കും. അത് അത്ര നല്ലതൊന്നുമല്ല, പക്ഷേ എനിക്ക് അങ്ങനെയാണ് കഴിയുള്ളൂ. അപ്പം അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ഞാൻ ഈ പണി മൊത്തം കംപ്ലീറ്റ് ആക്കിയെന്ന് കേട്ടോ.
അത്യാവശ്യം നല്ല പുറം വേദനയും ഉരവേദനയൊക്കെ പിറ്റേന്ന് രാവിലെ നീച്ചപ്പം ഉണ്ടേനി. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ വേറൊരു സാധനം ഉണ്ടേനി, സാറ്റിസ്ഫാക്ഷൻ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. അതൊരു ഹോം മേക്കറിന് പറഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. നമുക്ക് ഈ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ട് എല്ലാം നല്ല ഓർഗനൈസ് ചെയ്ത് സെറ്റാക്കി വെച്ച് അതിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. അതങ്ങനെ ക്ലീൻ ചെയ്യണവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ എപ്പോഴും അങ്ങനെ ക്ലീൻ ചെയ്ത് സെറ്റാക്കി ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തന്നെ കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കും. ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രിഡ്ജ് തുറന്ന് 2-3 പ്രാവശ്യം ഫ്രിഡ്ജ് തുറന്ന് ഇങ്ങനെ ക്ലീനായ സാധനം ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ ഇന്നലെ ഞാൻ അങ്ങനെ നോക്കി നിന്നപ്പോൾ എന്നോട് അമ്മീമോൻ ചോദിക്കട്ടോ, ഇമ്മച്ചി എന്താണ് ഈ നോക്കി നിൽക്കണത്, വൃത്തി കണ്ടിട്ട് നോക്കി നിൽക്കുകയാണോ എന്ന്. അപ്പോൾ അത് എന്തുകൊണ്ടാന്ന് മനസ്സിലാവില്ല, പക്ഷെ ആ നോക്കി നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. അത് ഭയങ്കര ഒരു സുഖമാണ്. പിന്നെ ഇപ്പം എല്ലാ സാധനത്തിൻ്റെയും പൊസിഷനൊക്കെ ഞാൻ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി കണ്ട് വെച്ചാണ്. ആ ഒരു സ്പൈസസ് വെക്കാനുള്ള സംഭവം വാങ്ങിയതുകൊണ്ട് അതൊക്കെ അതിൽ പോണതുകൊണ്ട് തന്നെ ഈ കബോർഡിൻ്റെ ഉള്ളിൽ കുറച്ച് സ്പേസ് കിട്ടിയതുകൊണ്ട് ഞാൻ വിശാലമായിട്ടാണ് പാത്രങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ഈ കിച്ചണ് ഞാൻ മാത്രമല്ല കേട്ടോ യൂസ് ചെയ്യുന്നത്, ഈ വീട്ടിലെല്ലാവരും ഒരേപോലെ യൂസ് ചെയ്യുന്ന ഒരു കിച്ചണാണിത്. ഞാൻ മാത്രമല്ല കിച്ചണിൽ കയറുന്നത്, പക്ഷേ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ആൾ ഞാൻ മാത്രമാണ്. അപ്പം ഞാൻ എല്ലാവരോടും പറയുകയാണ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ, ഈ ഒരു കിച്ചണ് ഇതുപോലെ തന്നെ വേണം, എടുത്ത സാധനം എടുത്തോടെ തന്നെ വെക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ എൻ്റെ സ്വഭാവം മാറുന്ന ഞാൻ പറഞ്ഞാണ്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ലേ, പുതിയത് വാങ്ങിയ സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ്. അതാണ് കേട്ടോ അത്, ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കാലിയായത് അങ്ങനെ അവിടെ വെച്ചതാണ്. അപ്പോൾ ആവശ്യത്തിന് അതിൽ നിന്ന് എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ദാ ഈ അരി, ഗോതമ്പ് പൊടി, മൈദ, അങ്ങനത്തെ പൊടി ഐറ്റംസ്, അരി ഐറ്റംസ് ഒക്കെ ദാ ഈ ഒരു ഏരിയയിലാക്കിയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഈ കാണുന്ന ഈ സ്റ്റോറേജ് ബോക്സസ് ഒക്കെ ഞാൻ 5 റിയാലിന് തന്നെയാണ് കേട്ടോ വാങ്ങിയത്. ഈ വക സംഭവങ്ങളൊക്കെ ഞാൻ എപ്പോഴും 5 റിയാലിന് തന്നെയാണ് കേട്ടോ വാങ്ങല്. പിന്നെ ഇതാ ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു സംഭവം ഇന്നലെ ഐക്യ പോയപ്പോൾ കണ്ടതാണ്, അവിടെ ഓഫർ കണ്ടപ്പോൾ വാങ്ങിയതാണ്. അത് നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ കഴുകിയിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അതിങ്ങനെ തിരിച്ചാൽ ആ കഴുകിയ ഫ്രൂട്ട്സ് ഉണങ്ങി കിട്ടും. ഇതേമാരത്തൊന്ന് നാട്ടിലുണ്ട് എൻ്റെ അടുത്ത്, ഇവിടെ ഇല്ലേനി. അപ്പോൾ ഓഫറിൽ കണ്ടപ്പോൾ ഞാൻ ഇവിടേക്കൊന്ന് അത് വാങ്ങി. പിന്നെ ഈ ഒരു സ്പേസിൽ ഞാൻ കുട്ടികളെ ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടിൽ അങ്ങനത്തെ ഒക്കെ വെച്ച് അതിൻ്റെ തൊട്ട് മേലായിട്ട് തന്നെ സെറാമിക്കിൻ്റെ ബൗൾസ് അതൊക്കെ വെച്ചിട്ടോ. പിന്നെ ഈ ക്ലീനിങ്ങിൻ്റെ ഇടയിലാണ് ഇക്കാക്ക് കയറി വന്നതേ. ഫെബ്രുവരി 14 പ്രമാണിച്ച് എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റൊക്കെ ഇട്ടാട്ടോ വന്നത്. എന്തായാലും ഗിഫ്റ്റ് അടിപൊളിയേനി. ഞാനിതൊട്ടും പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല. കാരണം സാധാരണ വാലന്റൈൻസ് ഡേക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് ഒന്നും കൊടുക്കലൊന്നുമില്ല. വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലെങ്കിൽ ബർത്ത്ഡേ, ഈ ഒരു 2 ഡേറ്റ്സിന് മാത്രമാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റൊക്കെ കൊടുക്കൽ. ഇതാദ്യമായിട്ടാണ് വാലന്റൈൻസ് ഡേക്ക് ഒരു ഗിഫ്റ്റ്. ഇത് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല കേട്ടോ. ഇതിൽ ഒരു പെർഫ്യൂമും പിന്നെ ഒരു വാച്ചുമാണ് കേട്ടോ ഉള്ളത്. അധിക സമയത്തും ഇക്കാക്ക് എനിക്ക് എന്തെങ്കിലും സർപ്രൈസ് ഒക്കെ തരികയാണെങ്കിൽ അത് ഞാൻ നേരത്തെ അറിയാനുള്ളൊരു കഴിവുണ്ട് കേട്ടോ എനിക്ക്. ഞാൻ എങ്ങനെയെങ്കിലൊക്കെ അത് നേരത്തെ കണ്ടുപിടിച്ച് അറിഞ്ഞിരിക്കും. അപ്പോൾ ഇക്കാക്ക് പറയാം എനിക്കൊരു സർപ്രൈസ് തരാനും കഴിയില്ലല്ലോ എന്ന്. പക്ഷേ ഇതെന്തായാലും ശരിക്കും സർപ്രൈസായി. കാരണം ഇത് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം വാലന്റൈൻസ് ഡേക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുമെന്ന് ഞാൻ തീരെ വിചാരിച്ചിട്ടില്ല. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ പെർഫ്യൂമിനെക്കാട്ടിക്ക് ഇഷ്ടമായത് പെർഫ്യൂമിൻ്റെ ബോക്സ് ആട്ടോ. ഇത് ഫ്രഷ് ഫ്ലവേഴ്സ് ആണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വാടാതിരിക്കാൻ വേണ്ടി കിട്ടുന്നിടത്തോളം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനതൊരു ഗ്ലാസ്സിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചിന് കേട്ടോ. അങ്ങനെ ഗിഫ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി ബാക്ക് ടു നനച്ചുളിപ്പണി. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ കുറച്ച് പാത്രങ്ങളും പാടിയും കേക്ക് ഉണക്കാൻ ബാക്കിയുണ്ടേനി. അപ്പോൾ അതിലുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒരു പേപ്പറിലേക്ക് ആക്കിയിട്ട് അത് കേക്ക് ഉണക്കി തിരിച്ച് നിറച്ച് വെക്കണം. ഇതുപോലെ തന്നെയാണ് ഞാൻ എല്ലാം ചെയ്തത്. എല്ലാ പാത്രത്തിലും സാധനങ്ങളായതുകൊണ്ട് വേറൊരു സ്പേസ് ഇല്ലല്ലോ വെക്കാനൊന്നും. അപ്പോൾ ഇങ്ങനെ പേപ്പറിലാക്കി വെച്ച് അത് കേക്ക് ഉണങ്ങിയതിൻ്റെ ശേഷം ഇത് പേപ്പറിലാക്കി വെക്കണോണ്ട് തന്നെ അതിലേക്ക് എടുത്ത് ഇടാൻ ഭയങ്കര എളുപ്പമാണ്. പേപ്പർ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി ഇട്ടാൽ മതി. കുറേ എണ്ണത്തിൽ ഞാൻ അങ്ങനെ നിറച്ച് വെച്ചിന്. ഇത് ബാക്കിയുള്ളതാണ്, ഉണങ്ങാനൊന്നും നിന്നിട്ടില്ല. കേക്ക് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു ടിഷ്യൂ വെച്ച് നല്ലോണം ഉണക്കിയെടുത്തതിൻ്റെ ശേഷം ഇതൊക്കെ അതിലേക്ക് തന്നെ നിറച്ച് ഇനിയിപ്പം അവസാന നിമിഷ സെറ്റിങ്സ് ആണ്. അവസാന നിമിഷം എന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാം കഴിഞ്ഞിന്. ഇനി ഈ കൗണ്ടർ ടോപ്പിൻ്റെ മേലൊന്ന് സെറ്റ് ചെയ്ത് വെക്കാനേ ഉള്ളൂ. പിന്നെ ആ സ്പൈസസ് ജാർ ഉണ്ടല്ലോ അത് അതിലേക്ക് ആക്കാനേ ഉള്ളൂ കേട്ടോ. ഇതാണ് ഐക്യന്ന് വാങ്ങിയ ആ ഒരു സാധനം. അപ്പോൾ ഇതിൽ ഒരുവിധം എല്ലാ
ഗ്രോസറി ഐറ്റംസും എല്ലാ സ്പൈസസും എല്ലാം ഇതിൽ പോയിന് കേട്ടോ. അപ്പം അത്രയും സ്പേസ് കബോർഡിൻ്റെ ഉള്ളിൽ എനിക്ക് കിട്ടീന്. അത് മാത്രമല്ല ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വെക്കണതിൻ്റെ ഉദ്ദേശം കുക്ക് ചെയ്യാൻ എളുപ്പമാണ്. കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് കൈയിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായതുകൊണ്ട് എടുക്കാനും യൂസ് ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. അങ്ങനെ ഇന്നത്തെ പണികളൊക്കെ അങ്ങനെ കംപ്ലീറ്റ് ആയി. അൽഹംദുലില്ലാ അടുക്കളത്തെ പണിയൊക്കെ അതൊക്കെ കഴിഞ്ഞ് കുളിച്ച് മാറ്റി രാത്രി ഇപ്പം ഇതാ ഒരു ഷോപ്പിലേക്ക് വന്നതാട്ടോ. ഇത് സൗദി ഫൗണ്ടിങ് ഡേ പ്രമാണിച്ച് ഇലൂന് സ്കൂളിലേക്ക് ജലാബിയ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ട് വരാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ പറഞ്ഞത്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നത്. ജലാബിയ തന്നെയാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്ന് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം ഞാൻ ഈ കാണിച്ച സാധനങ്ങളൊക്കെ ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സസ് ആണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒന്ന് ഇലൂന് എടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഈ തലയിൽ വെക്കണ ഈ ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഈ ഒരു റൗണ്ട് വരുന്ന അത് അതേമാതിരത്തെ ഒരു ചെയിന് ഒക്കെ ഇലൂനെടുത്ത് അതൊക്കെ വാങ്ങിക്കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടോ. ഈ ഒരു റെസ്റ്റോറൻറ്റ് ഞാൻ 2 പ്രാവശ്യം എൻ്റെ വീഡിയോയിൽ തന്നെ കാണിച്ചു തന്നാണ്. ഇവിടുത്തെ ഒരുവിധം ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ മോമോസ്. ഇതിൻ്റെ ലൊക്കേഷനൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ ഇട്ടണം കേട്ടോ, അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ. പുറത്ത് നല്ല തണുത്ത കാറ്റുണ്ടേനി, നല്ല കാലാവസ്ഥേനി തോന്നുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളങ്ങനെ തിരിച്ച് റൂമിലേക്ക് പോയി.